അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം, ഹാർദമായ സ്വാഗതം പറയാൻ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ബൊമ്മയൊന്നുമില്ല, ശോകമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചൈനയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മളപ്പോൾ ഇന്ന് പോകുന്നത് ചൈനയിലത്തെ തന്നെ ഒരു നല്ലൊരു ഇലക്ട്രോണിക്സ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാണാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് അവിടെ പോയി അവിടുത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് പോയി നോക്കണം. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൈനയിൽ നിന്ന് എന്തെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ കിട്ടാതെ ഒന്നുമില്ല. പിന്നെ മാത്രമല്ല, ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെയല്ല. രാവിലെയായി, ഇതേ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല കേട്ടോ. നമ്മുടെ നാടിനെ കുറ്റം പറയുകയല്ല, എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇപ്പോൾ വീട്ടിൽ അമ്മമ്മയൊക്കെ ഉള്ളതാണ്. എന്നാൽ കൂടെ ആൾ വയസ്സായതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒതുങ്ങിയിരിപ്പല്ലേ. ഇവിടെ നോക്കിക്ക് എന്താണ്, ഏജ്ഡ് ആയ ആളുകൾ, ചെറിയ കുട്ടികൾ, ചെറിയ ആളുകൾ തൊട്ടിട്ട് വലിയ ആളുകൾ, അതായത് നല്ല വയസ്സായ ആളുകൾ വരെ പുറത്ത് രാവിലെ തന്നെ ഇറങ്ങുകയാണ് ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തേ നോക്കിക്ക്, ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്, അത് കണ്ടില്ലേ. അവരൊക്കെ എന്തൊരു ഹാർഡ് വർക്കിംഗ് ആണ് ഇവിടെ. പിന്നെ മാത്രമല്ല, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പ്ലേസാണ് കേട്ടോ. അതേ കണ്ടില്ല, നമ്മളിപ്പോൾ ഈ ഗോൻചോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ബോർഡുകളെല്ലാം ഈ ചൈനീസിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വായിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. താഴെ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് കഷ്ടമാണ്. നമ്മളപ്പോൾ വീണ്ടും നമ്മുടെ സ്റ്റേ എല്ലാം തിരഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ഇന്നലെ കഴിച്ച അതേ കടയിൽ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും. കാരണം നമ്മളിവിടെ വിട്ടു പോയിട്ടില്ല. ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ താമസം സൗകര്യം ഉണ്ടോ നോക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചപ്പാത്തിയും പിന്നെ പന്നീർ കറിയാണ് കേട്ടോ. വെജ് കഴിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വല്ല പല്ലിയൊക്കെ തരുന്നതാണ് കേട്ടത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഉണ്ടോ, ഇവിടെ ഒരു 7-Eleven എന്ന് പറയുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് കാർഡ്, പിന്നെ അതുപോലെ ട്രെയിൻ കാർഡ്, ഇതെല്ലാം എടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് അതിനായിട്ടിപ്പോൾ ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഷോപ്പൊക്കെ നമ്മുടെ യൂറോപ്പിലൊക്കെ കാണുന്ന അതേ സെറ്റപ്പുള്ള ഷോപ്പ്സാണ് കേട്ടോ. സംസാരിക്കാൻ മാത്രം പണി. പിന്നെ എന്താ ഇവിടെ ഉള്ളത്, ബ്ലാക്ക് ലേബിൾ, റെഡ് ലേബിൾ, എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല ചിരിച്ച് നിൽക്കുന്ന ഒരു ചേച്ചിയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, നമ്മളപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ കണ്ടില്ലേ, റീചാർജ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബസ്സും പിന്നെ അതേപോലെ ട്രെയിനും നമുക്ക് ഇതേപോലെ കാർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ വന്നു കഴിഞ്ഞ് എടുക്കാവുന്നതാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ വലയും. അപ്പോൾ നമ്മളൊക്കെ നല്ല വലയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബസ്സിൽ കയറണം, അതന്നെ അറിയില്ല. ഈ കടയിലൊക്കെ, ഈ സാധാരണ കടകളിൽ ഒരു തുള്ളി ഇംഗ്ലീഷ് പോലും ആർക്കും അറിയില്ല. നമ്മളെ എങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ട് പോകണവരാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ബസ് കാർഡ് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡു 12 എല്ലാത്തിലും അങ്ങനെ കൂട്ടിയാൽ മതി. പിന്നെ ഇതിൽ 50 വെച്ച് റീചാർജ് ചെയ്യണം. മിനിമം 50 വെച്ചിട്ട് റീചാർജ് ചെയ്യണം. ഓക്കെ, കാർഡിന് മാത്രം 20. കാർഡിന് മാത്രം 40 യുവാനാണ്. പിന്നെ നമ്മൾ 50 വെച്ചിട്ട് റീചാർജും ചെയ്യണം അല്ലേ? ഇതിങ്ങനെ വെച്ചിട്ട് ഇപ്പം 50 രൂപ അല്ല, 50 യുവാൻ. എന്താ പറഞ്ഞ, എന്താണ് അതിന് പറയാ? ട്രെയിൻ എന്താ പറയുക? ഹോച്ച്ക. ഓ, ഇവിടുത്തെ പേര് കൊള്ളാം. ട്രെയിനിനെ പറയുന്ന പേരാണ് ഹോച്ച്ക. നമ്മൾ ട്രെയിൻ പറഞ്ഞിട്ട് ആകെ ശശിയായിപ്പോയി. കൊള്ളാം സെറ്റപ്പ് അല്ലേ? ഇതിപ്പോൾ റീചാർജ് ആകുമല്ലേ? അപ്പോൾ നമ്മളിത് 50 റീചാർജ് ചെയ്തു, ബില്ല് വന്നു, റെസിപ്റ്റ് കിട്ടി. ഇനി എൻ്റെ കാർഡ് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ബസ് പിടിക്കണം. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചൈനയിൽ ഉള്ള ഒരു ഇലക്ട്രോണിക്സ് മാർക്കറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഇതേ അവിടെ ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട്. ഇനി ആദ്യം ആ പോകേണ്ട സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്, അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ അതിന് ശേഷം എന്താ പറയുക, ബസ് കയറണം, പിന്നെ അവിടെ ഇറങ്ങണം. ഓ, നല്ല രസമായിട്ടുണ്ട് ഒന്നും അറിയാത്ത ആളുകളുടെ ഒപ്പം. അപ്പോൾ നമ്മളിതേ ഇവിടെ നിന്ന് റൂമൊക്കെ എടുക്കണം കേട്ടോ. നമ്മൾ 7 ദിവസത്തേക്കാണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1300 രൂപയാണ്, അല്ല 1300 യുവാൻ, അതായത് നാട്ടിലത്തെ ഏകദേശം 15,000 രൂപ 7 ദിവസത്തേക്കുള്ള റൂം.
അപ്പോൾ നമുക്കറിയത്തില്ല എന്തായാലും. ഇപ്പോൾ കുറഞ്ഞത് ഇപ്പോൾ നടന്നിട്ട് ഇവിടെയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും പഠിക്കുക അല്ലേ. അപ്പോൾ ആൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അതന്നെ ഒരു സമാധാനം. ഇത്രയും സമയം വന്നിട്ട് നമുക്ക് ഇംഗ്ലീഷൊക്കെ ഇപ്പോൾ പറയുന്നത് ഹായ് ആൾ ഇംഗ്ലീഷെല്ലാം പറയുന്നതുകൊണ്ട് നമുക്ക് നല്ല സുഖമായി കാര്യങ്ങളെല്ലാം കേട്ടോ റൂം എടുക്കാൻ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കൂടാമെന്ന് കരുതി അല്ലേ. എന്തായാലും എടുക്കും, പൈസ കൊടുത്തു. പിന്നെ നാട്ടിലത്തെ പോലെയൊക്കെ തന്നെ അതേ അപ്പാപ്പന്മാരൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്, എന്തെങ്കിലും തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതും കഴുത്തിലൊരു ടാഗൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ സ്കൂട്ടേഴ്സ് എല്ലാം, ഈ ചെറിയ സ്കൂട്ടേഴ്സ് എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അത് നടക്കുമ്പോൾ നമ്മളില്ലേ അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് ഇലക്ട്രിക് വണ്ടികളല്ലേ, അപ്പോൾ സൗണ്ടേ ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം നടക്കാൻ. അത് തുരുതുരുന്നിങ്ങനെ പോകുന്നുണ്ടാവും കേട്ടോ. പിന്നെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് എല്ലാവരും ഓട്ടത്തിലാണ് കേട്ടോ. ഓട്ടം പുറത്തെ ഒരേ ഓട്ടമാണ്, ജോലിയുടെ കാര്യങ്ങൾക്കായിട്ടുള്ള ഓട്ടമാണ്. എൻ്റെ കയ്യിൽ മൈക്ക് ഉണ്ടായിരുന്നു അല്ലേ, ഞാൻ ഭയങ്കര സൗണ്ടിൽ സംസാരിച്ച് പോകുമ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, എല്ലാവരും രാവിലെ ആയ പെട്ടിയെടുത്തു. കാട്ടൻ ഈ ബോക്സുകളുണ്ടല്ലോ, ഇത് ഏറ്റിട്ടുള്ള നടത്തം തന്നെയാണ് എല്ലാവിടെയും. രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടയുടെ ഫ്രണ്ടിലൊക്കെ അങ്ങനെയാണ്. നമുക്ക് പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ, നമ്മളതിപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം ഇനിയിപ്പോൾ അവിടെ ഗ്രീൻ സിഗ്നൽ വീണ് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് തുറക്കുള്ളൂ. അതിനായിട്ട് ഇതാണ് ഇവിടെ ഒരു പോലീസുണ്ട്, ട്രാഫിക് പോലീസ്. ഇവിടുത്തെ ബസ് പോകുന്ന സ്റ്റോപ്പുകളുടെ ബോർഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇതിനകത്തിപ്പോൾ നമുക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 833, പിന്നെ 52, പിന്നെ അതേ കണ്ടോ ഷിയോബൈ, പിന്നെന്താ ഉക്കുവ. അത് മാത്രമാണ് നമുക്ക് മനസ്സിലായത്, ബാക്കിയൊന്നും മനസ്സിലായില്ല. ഇവരോട് ആരോട് എന്ത് ചോദിച്ചാലും ഈ കാണുന്ന ബോർഡിലുള്ള അതേ അവസ്ഥകൾ തന്നെയാണ് കേട്ടോ. അത് വേറെ കാര്യം. അയ്യോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ അവിടെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഈ ക്യാമറയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക വലിയ ടെൻഷനില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ, നമുക്കിവിടെ ഫോണുണ്ട്, അത്യാവശ്യം ഉപയോഗിക്കാം. അത്യാവശ്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, നാട്ടിലൊന്നും ഇല്ലാത്തതാണ് കോയിൻ ഫോണ്. എന്താ ചെയ്യുക, കണ്ടുപിടിച്ചോ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബുദ്ധിരാക്ഷസൻ്റെ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ഒരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസത്തിൽ ഒരാളെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കണം എപ്പോഴും. അത് ചിലപ്പോൾ നമ്മൾ നുണ പറയേണ്ടി വരും, ചിലപ്പോൾ സത്യം പറയേണ്ടി വരും, എന്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ടാക്സി കിട്ടുന്നതാണ് അമ്മച്ചി പറയണത്. ടാക്സി കിട്ടിക്കഴിഞ്ഞാൽ ബസ് കാർഡ് എടുത്തത് വെറുതെ ആയി പോയല്ലോ. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ അതറിയില്ലേ. ബസ്സിൽ പോയി പഠിക്കാമല്ലോ നമുക്ക്. ആൾ നമുക്കിത് ബസ് നമ്പർ നോക്കുകയാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു ചൈനയ്ക്ക്. നമ്മൾ ഫോണിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് അപ്പോൾ അത് ചൈനീസിൽ വരും. അപ്പോൾ അത് ആൾ ഓടി വന്നിട്ട് നമുക്ക് ബസ് നമ്പർ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ പോകേണ്ട ബസ് 297 ബസ് നമ്പർ. പിന്നെ അപ്പുറത്തൊക്കെ ചൈനീസിലാണ് എഴുതിയിരിക്കുന്നത്, അതെന്തോ നോക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു തരുന്നുണ്ട്, അപ്പോൾ വലിയ കുഴപ്പമില്ല, എന്തായാലും എത്തുമായിരിക്കും. പിന്നെ നമ്മൾ ടാക്സി പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ എപ്പോഴും കയ്യിൽ പൈസ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എവിടെ വന്നാലും ബസ്സും ട്രെയിനും ഉപയോഗിക്കാൻ ആദ്യം പഠിക്കണം. അല്ലെങ്കിൽ ടാക്സിക്കാർ എവിടെയാണെങ്കിലും പൈസ നന്നായിട്ട് നമ്മുടെ അടിച്ചു മാറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതേ ഇവിടുത്തെ സീബ്ര ക്രോസ് കണ്ടോ, ഇങ്ങനെ ചെരിഞ്ഞാണ് പോണത്. സീബ്ര ക്രോസ് കൂടെ നടക്കണേ, കുറേ ദൂരം റോഡ് കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പറഞ്ഞ പോലെ വണ്ടികളൊക്കെ കറക്റ്റായിട്ട് നിർത്തി തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ കാത്തിരുന്ന് നമ്മുടെ 297 ബസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്യാഷ് ഇല്ലാന്ന്. $2 കൊടുക്കണം എന്നാ പറയുന്നത്.
അപ്പോൾ നമ്മൾ ബസ് കാർഡ് റീചാർജ് ചെയ്തതോ പണിയായി. യു ഹാവ് ബാലൻസ് ബാലൻസ് നോട്ട് ടു 1 രൂപ ഒന്നുണ്ടോ? ഇട് ഇട് ഇട്. അപ്പോൾ നമ്മുടെ മറ്റേ 50 റീചാർജ് ആയിട്ടില്ല. അതാണ്. അപ്പോൾ ബസ് റീചാർജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ 5 സ്ലിപ്പ് വാങ്ങിയില്ല. സംഭവം വേറെ ഒന്നുമല്ല, ബസ് കാർഡ് റീചാർജ് ആയില്ല. അപ്പോൾ നമുക്കറിയില്ലല്ലോ, അവർ റീചാർജ് ആയിന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു, നമ്മളും വന്നു. അപ്പോൾ അതാണ് പ്രശ്നം ഉണ്ടായത്. നമുക്കിപ്പോൾ നമ്മൾ എന്താണ് ഇലക്ട്രോണിക്സ് ഏഷ്യ, ഇതൊരു ഏഷ്യ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്, ന്യൂ ഏഷ്യ ഇലക്ട്രോണിക്സ്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ ബസ്സിന് നമുക്ക് ആകെ 2 രൂപയാണ്, 2 യുവാനാണെന്നോ ആവുകയുള്ളൂ. അതായത് നാട്ടിൽ ഒരു 240 രൂപയാണെന്നോ ആവുകയുള്ളൂ. പക്ഷേ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് മൊത്തം വാങ്ങി 24 രൂപയാണെന്നോ ആവുകയുള്ളൂ. അപ്പോൾ ആ പൈസ പോയി. ഒരുവിധം നമ്മളിത് ബസ്സൊക്കെ ഇറങ്ങി കേട്ടോ. ബസ് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. തുരുതുരാന്ന് വണ്ടികളെല്ലാം പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ട്രാഫിക് സിഗ്നൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പക്കയാണ് കേട്ടോ. നല്ല കറക്റ്റായിട്ടാണ് അവർ. പിന്നെ ഈ ഇടയ്ക്കുള്ള ഈ വണ്ടിക്കാരുണ്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുമ്പോൾ. ഇത് ഈ ഫുട്പാത്തിൽ കൂടെ വരും ചിലപ്പോൾ അത് കൂടെ എന്ത് കൂടെ ഒക്കെ. ഇതാണ് ഇതിന് മെയിൻ, ഇതിനെ അത് കൂടെ കേട്ടോ. ഇതിനെ പേടിക്കണം. പിന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ ടാക്സിന്ന് എഴുതിയിട്ടുള്ള സംഭവമില്ല, അത് കൂടുതലും മഞ്ഞ കളറും പിന്നെ ഒരു ബ്രൗൺ കളറൊക്കെ ഉണ്ട്, അത് മാത്രം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ നോക്കുക. അതാകുമ്പോൾ നമുക്കതിനകത്ത് ബില്ല് നമ്മുടെ മീറ്റർ ഉണ്ടാവും, അപ്പോൾ പ്രൈസ് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നവിടെ കണ്ടോ, ഇതൊരു മാർക്കറ്റ് ഏരിയയാണ്. നമുക്ക് പോവേണ്ട ഏഷ്യ ഇലക്ട്രോണിക് മാർക്കറ്റ് എന്ന് പറയുന്ന അവിടേക്ക് ഇനി കുറച്ച് ദൂരം നമ്മൾ നടക്കണം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഫുള്ള് കണ്ടില്ലേ നമ്മൾ, എന്താ പറയുക, ഫുള്ള് എല്ലാവരും മറ്റേ കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ ആയി ചാക്കുകളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിവെക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ മെയിനായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരിക്കണം ഇത് കണ്ടോ. അങ്ങനെ കൂടെ കടയ്ക്ക് എന്താ ബിരിയാണീൻ്റെ മണമൊക്കെ വരുന്നുണ്ടല്ലോ. നല്ല തിരക്കാണ് രാവിലെ തന്നെ, ആളുകളെല്ലാം കണ്ടോ, എല്ലാവരും പരിപാടി തുടങ്ങി. അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ നോക്കിക്കേ. കാരണം സൈഡിൽ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ ഡ്രസ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു സൂപ്പർ അടിപൊളിയായിട്ടുള്ളൊരു മാർക്കറ്റാണിത് കണ്ടോ. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കണ്ടോ. ഫുള്ള് നല്ല തിരക്കാണ് ഇവിടെ. കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെ ലേഡീസിൻ്റെ ഐറ്റംസൊക്കെയാണ്, ഡ്രസ്സസൊക്കെയാണ് അവിടെ കാണുന്നത് കണ്ടോ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും ആണുങ്ങളെ അധികം കാണുന്നില്ല, മൊത്തം ലേഡീസിനെയാണ് കേട്ടോ കാണുന്നത്. എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് മാർക്കറ്റാണ് എന്തായാലും. ഈ മാർക്കറ്റിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ചോദിച്ച് നോക്കിയിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ പേരാണെങ്കിൽ തന്നെ ആരോടെങ്കിലും ചോദിക്കണം. ഫുള്ള് എന്താ പറയുക, എല്ലാം നല്ല എന്താ പറയുക, എല്ലാവിടെയും തിരക്കിൻ്റെ പൂരമാണ് ഇവിടെ സംഭവം. ഇപ്പോൾ ഇന്നിപ്പോൾ
അത്ര എന്താ പറയുക ഓഫ് ഡേ ഒന്നും അല്ലല്ലോ, എന്നിട്ട് ഇടയ്ക്ക് ഇത്രയും തിരക്ക്. മെയിനായിട്ട് ഈ ഡ്രസ്സിൻ്റെയൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ ഇവിടെ ഉള്ളത്. നമുക്ക് എല്ലാവിടെയും കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഈ സൈക്കിളും കൊണ്ട് പോകുന്ന ആളുകൾ. ഇതേ കണ്ടില്ലേ, ഫുൾ ആളുകൾ സൈക്കിളും കൊണ്ട് പോകുന്നത്. ഇവിടെ ആളുകളൊക്കെ വന്നിട്ട് നോക്ക്, ഇത് ബണ്ടിൽ സാധനമായിട്ടാണ് എടുത്തിട്ട് പോണത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാം കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ വന്നാൽ ഒന്നും കിട്ടാത്തതായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അമ്മേനെ അച്ഛനെ ഒഴികെ ബാക്കിയെല്ലാം ഇവിടെ കിട്ടും പറഞ്ഞ അവസ്ഥയാണ്. എന്തൊരു തിരക്കാണ് ഇവിടെ. അവിടെ ഇവിടെ എല്ലാവിടെയും ആളുകളാണ്. ഇത് നമ്മുടെ ചൈനയുടെ വേറൊരു എന്താ പറയുക, അവരെ ഇങ്ങനെയൊക്കെ ആക്കുന്നത്, അതായത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംഭവം കാണുന്നതാണ് കേട്ടോ. എല്ലാവിടേക്കും സാധനങ്ങൾ കെട്ടിപ്പേട്ടി വിടുക തന്നെ മെയിനായിട്ടുള്ള സംഭവം, വേറെ ഒന്നുമല്ല. അതേ കണ്ടില്ലേ, എല്ലാവരും തകർത്ത് പണിയെടുക്കുകയാണ്. ഹലോ, എല്ലാവരും ക്യാമറ കണ്ടിട്ട് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ, ഒരു ഹോൾസെയിൽ മാർക്കറ്റിലാണ് കേട്ടോ. ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാലും വേണ്ടില്ല, അന്യായ തിരക്കാണ്. ലോകത്തുനിന്നുള്ള എല്ലാ ആളുകളും ഇവിടെ വരുന്നുണ്ട് പോകുന്നുണ്ട്. കണ്ടോ, ഒരു വലിയ കവർ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയാൽ മതി. എല്ലാ തരത്തിലുള്ള ജാക്കറ്റ്സും വിൻ്റർ ജാക്കറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, അതൊക്കെ ഉണ്ട്. മോഡേൺ സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതേ ഒരു ഗാർമെൻറ്റ്സിൻ്റെ ഒരു സ്റ്റോറിലാണ് കേട്ടോ. സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോറാണ്. വിവിധ തരം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു ഷോപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ലേഡീസിൻ്റെയാണ്. ലേഡീസിൻ്റെ ഹുഡീസ്, ജാക്കറ്റ്സ്, അങ്ങനെയുള്ള അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് വൈറ്റ് കളേഴ്സ് ആണെങ്കിൽ വൈറ്റ് കളറിലുണ്ട്. അങ്ങനെ പല കളേഴ്സിൽ ഇവിടെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇതൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് കൂടെ നമ്മൾ അറിയണം. ഇതിപ്പോൾ നാട്ടിൽ നോക്കിക്കോ, ഇതിപ്പോൾ നാട്ടിൽ നമ്മൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 1500 റുപ്പീസ് എന്തായാലും കൊടുക്കേണ്ടി വരും. ഇതിവിടെ ഭയങ്കര ചീപ്പാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു MOQ ഉണ്ട്, മിനിമം ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഈ മിനിമം ഓഫ് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ഓർഡേഴ്സ് തന്നാൽ മാത്രം മതി. അതാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, മിനിമം ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട് ഇതിനകത്തൊക്കെ.